നൽകുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യർക്കിടയിൽ നൽകിയിട്ടുള്ള ഒരൊറ്റ നാമം മാത്രമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. ലഹരിക്ക് അടിമപ്പെടുകയോ മറ്റിതര സാമൂഹിക തിന്മകൾക്ക് അടിമപ്പെടുകയോ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലയിൽ തകർച്ച സംഭവിച്ച് ഇനി എനിക്ക് രക്ഷപ്പെടുവാൻ കഴിയത്തില്ല എന്ന ചിന്തയാൽ വേട്ടയാടപ്പെടുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ, ജീവിതത്തിൽ പാപത്തിനോ ലഹരിക്കോ മറ്റേതെങ്കിലും ദുശീലങ്ങൾക്കോ അടിമപ്പെട്ടുപോയി രക്ഷപ്പെടുവാൻ പല മാർഗങ്ങൾ നോക്കിയിട്ട് അതൊന്നും ഫലപ്രദമാകാതെ ഞാനിങ്ങനെ നശിക്കുകയേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലുമൊക്കെ പ്രിയപ്പെട്ടവരോ ഞങ്ങളെ ശ്രദ്ധിക്കുന്നെങ്കിൽ, സ്നേഹിത, ഞങ്ങളുടെ ജീവിതത്തെ രക്ഷിച്ച, ഞങ്ങളുടെ ജീവിതത്തെ നന്നാക്കിയ, ദുർഗന്ധം അമിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തെ സുഗന്ധമുള്ളതാക്കി മാറ്റിയ, തകർന്ന് തരിപ്പണമായി പോയ, പ്രതീക്ഷയ്ക്കും ആശയ്ക്കും വകയില്ലാതെ തകർന്ന് തരിപ്പണമായി പോയ ഞങ്ങളുടെ ജീവിതത്തെ പണിതെടുത്ത് ഇന്ന് സമൂഹത്തിന് കൊള്ളാവുന്ന ഒരു വ്യക്തിയായി, ഭവനത്തിന് കൊള്ളാവുന്ന ഒരു വ്യക്തിയാക്കി മാറ്റിയെടുത്ത ഈ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ, യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുവാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. യേശുക്രിസ്തുവാണ് പാപത്തിന്റെ പരിഹാര മാർഗമെങ്കിൽ, മനുഷ്യന്റെ തിന്മയുടെ പരിഹാരത്തിന്റെ കാരണമെങ്കിൽ എങ്ങനെ യേശുക്രിസ്തുവിലൂടെ ഇത് പ്രാപിക്കുവാൻ കഴിയും? ഏറ്റവും ലളിതമായൊരു മാർഗമാണ് പ്രിയരെ, അത് വിശ്വസിക്കുക എന്നുള്ള ഏറ്റവും ലളിതമായ മാർഗമാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയാലേ ക്രിസ്തുയേശുവിൽ കൂടെയുള്ള രക്ഷ ലഭ്യമാകൂ എന്ന് പറഞ്ഞാൽ പോകാൻ കഴിയാത്തവർ എന്ത് ചെയ്യും? പണം കൊടുത്താലേ ഈ രക്ഷ കിട്ടൂ എന്ന് പറഞ്ഞാൽ പണം മുടക്കാൻ ഇല്ലാത്തവർ എന്ത് ചെയ്യും? എന്നാൽ പോകാൻ പറ്റാത്തവനും പണം മുടക്കാൻ ഇല്ലാത്തവനും വിദ്യാഭ്യാസമുള്ളവനും ഇല്ലാത്തവനും ഒരുപോലെ തികച്ചും സൗജന്യമായി ഇരിക്കുന്ന ഇടത്ത് വെച്ച് പ്രാപിക്കാൻ കഴിയുന്ന ഈ വലിയ രക്ഷ സ്വന്തമാക്കുവാൻ ദൈവമൊരുക്കിയ ഏറ്റവും ലളിതമായ കർമ്മ പദ്ധതിയാണ് വിശ്വസിക്കുക എന്നുള്ളത്. എന്ത് വിശ്വസിക്കണം? ഒന്ന്, ഞാനൊരു പാപിയാണെന്ന് വിശ്വസിക്കണം. എന്നിൽ പാപം ഉണ്ടെന്ന് വിശ്വസിക്കണം. രണ്ട്, യേശു കർത്താവ് ലോകത്തിൽ വന്നത് എന്റെ പാപത്തെ പരിഹരിക്കുവാൻ വേണ്ടിയാണെന്ന് വിശ്വസിക്കണം. യേശു കർത്താവ് ക്രൂശിൽ മരിച്ചത് എന്റെ പാപത്തെ ചുമന്നുകൊണ്ടാണ് എന്ന് വിശ്വസിക്കണം. യേശു കർത്താവിന്റെ ക്രൂശുമരണത്തിലൂടെ ചൊരിയപ്പെട്ട പാപപരിഹാരത്തിന്റെ രക്തത്താൽ എനിക്ക് ശുദ്ധീകരണം ലഭിക്കും എന്ന് വിശ്വസിക്കണം. ഇത്രയും വിശ്വസിച്ചുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവേ, ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു, എന്നെ രക്ഷിക്കണമേ, എന്റെ പാപസ്വഭാവങ്ങളിൽ നിന്ന്, ഞാൻ ഇന്നലെ അങ്ങനെ ചെയ്തു പോയ തെറ്റിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, അവിടുത്തെ പാപമില്ലാത്ത പരിശുദ്ധ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിച്ച് അങ്ങയുടെ മകനായി, അങ്ങയുടെ മകളാക്കി എന്നെ മാറ്റണമേ എന്ന് താങ്കൾ പ്രാർത്ഥിച്ചാൽ എന്നും പോകണ്ട. ഇരിക്കുന്ന ഇടത്ത് ഇരുന്നു കൊണ്ട്, വീടിന്റെ അകത്തായിരിക്കാം, വീടിന്റെ പുറത്തായിരിക്കാം, കടത്തുന്നതിന് വഴിയെടുത്ത പാടത്തെ പറമ്പിലുമായിരിക്കാം, എവിടെയുമാകട്ടെ അവിടെ ഇരുന്നു കൊണ്ട് ഹൃദയം തുറന്ന് യേശുവേ, എന്റെ ജീവിതത്തിലേക്ക് വരണമേ, എന്നെ രക്ഷിക്കണമേ, എന്നെ സഹായിക്കണമേ, എന്റെ ജീവിതത്തെ പണിതെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ഉള്ളു തുറന്ന് ആവശ്യപ്പെടുവാൻ തയ്യാറായ, താങ്കളുടെ ജാതി നോക്കാതെ, മതം നോക്കാതെ, വർണ്ണം നോക്കാതെ, വർഗം നോക്കാതെ, യോഗ്യത നോക്കാതെ താങ്കളുടെ അടിയിലേക്ക് കടന്നു വന്ന് താങ്കളെ ഒരു മനുഷ്യരായി മാത്രം പരിഗണിച്ച്, ഉന്നത കുലജാതനാണോ താഴ്ന്ന ജാതിക്കാരനാണോ എന്ന് നോക്കാതെ, വെളുത്തവനാണോ കറുത്തവനാണോ എന്ന് നോക്കാതെ, ഒരു മനുഷ്യരായി മാത്രം താങ്കളെ പരിഗണിച്ചുകൊണ്ട് താങ്കളുടെ അരികിലേക്ക് സ്നേഹത്തോടെ ഇറങ്ങി വന്ന് തന്നെ ചേർത്തുപിടിക്കുന്ന, താങ്കളെ ചേർത്തുപിടിക്കുന്ന സാക്ഷാൽ രക്ഷകനാണ് കർത്താവായ ക്രിസ്തുയേശു. അതുകൊണ്ട് തന്നെ കീഴെ വിളിച്ചു പറയാം, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകുകയില്ല, അവർ രക്ഷ പ്രാപിക്കും. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും ലജ്ജിച്ചു പോകുകയില്ല. യേശു കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ലോകത്തിലെ സകല മനുഷ്യരും മരണം കൊണ്ട് അവസാനിച്ചപ്പോൾ മരണത്തിനപ്പുറത്ത് മൂന്നാം ദിവസം അടക്കപ്പെട്ട കല്ലറയെ ഭേദിച്ചുകൊണ്ട് മരണത്തിന്റെ ബലിഷ്ടമായ കടങ്ങളെ തല്ലി തകർത്തുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് എന്നും ജീവിക്കുന്ന, മരിക്കുവാൻ ഇനി കഴിയാത്ത വിധത്തിൽ, മരണത്തിൽ കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത വിധത്തിൽ എന്നും ജീവിതത്തിന്റെ അധികാരത്തോടെ തുടരുന്നവനാണ് കർത്താവായ ക്രിസ്തുയേശു. യേശുവിന്റെ അരികിലേക്ക് ഓടി വന്നാൽ യേശു താങ്കളെ രക്ഷിക്കുക തന്നെ ചെയ്യും. ഈ ദേശത്തോട് ഒരിക്കൽ കൂടെ ഞങ്ങൾ വിളിച്ചു പറയുന്നു, ജൂൺ മാസം 26-ാം തീയതി ലഹരി വിരുദ്ധ ദിനത്തിൽ യേശു ക്രിസ്തുവിന് മാത്രമേ മനുഷ്യനെ രക്ഷിക്കാൻ കഴിയൂ. ലഹരിക്ക് അടിമപ്പെട്ടുപോയ, തിന്മകൾക്ക് അടിമപ്പെട്ടുപോയ, സാമൂഹികവും ധാർമ്മികവുമായി തകർന്ന തരിപ്പണമായി പോയ, തല്ലിപ്പൊളി എന്ന് നമ്മൾ വിശ്വസിപ്പിക്കുന്ന ഏതൊരു വ്യക്തിയെയും നല്ല വ്യക്തിത്വമാക്കി മാറ്റുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. അതിന് തെളിവുകൾ ഇവിടെ നിൽക്കുന്ന, പ്രസംഗിക്കുന്ന ഞാനും എന്നോടൊപ്പം വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരുമാണ്. ഞങ്ങളെ നോക്കി ഒരു കാലത്ത് ഞങ്ങളുടെ വീട്ടുകാർ തല്ലിപ്പൊളി എന്ന് വിളിച്ചതാണ്, നാട്ടുകാർ തല്ലിപ്പൊളി എന്ന് വിളിച്ചതാണ്, ബന്ധുക്കാർ തല്ലിപ്പൊളി എന്ന് വിളിച്ചവരാണ്. വീട്ടിൽ കൊള്ളാത്തവനെന്നും അടുപ്പിക്കാൻ കൊള്ളാത്തവനെന്നുമൊക്കെ ഞങ്ങളെ മുദ്രകുത്തിയതാണ്. അവരെ നിന്ന് ഞങ്ങളെ ഈ നല്ല ജീവിതത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് യേശുക്രിസ്തു ആയതുകൊണ്ട് യൗവനച്ചോര തിവപ്പിൽ ഇത്ര ആവേശത്തോടെ വീരോടെ ഞങ്ങൾ ഈ സന്ദേശം വിളിച്ചു പറയുന്നത്. പ്രിയരെ, ഒരിക്കൽ കൂടെ വിളിച്ചു പറയാം, യേശുക്രിസ്തു മാത്രമാണ് രക്ഷകൻ
യേശു ക്രിസ്തുവിനോട് മാത്രമേ രക്ഷയുള്ളൂ. യേശു ക്രിസ്തുവല്ലാതെ വേറെ ആർക്കും രക്ഷിക്കാൻ പ്രാപ്തിയില്ല. പ്രിയരെ, ആ യേശുവിൽ ആശ്രയിക്കുക, യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുക, യേശുവിലേക്ക് കടന്നു വരിക. ആ യേശു തങ്ങളെ രക്ഷിക്കും, സഹായിക്കും, ഈ ദേശത്തെ ദേശനിവാസികളെ അനുഗ്രഹിക്കും എന്ന വാക്കുകളോടെ ഞങ്ങളുടെ പ്രഭാഷണത്തിന് അവസാനം കുറിച്ച് മറ്റൊരിടത്തേക്ക് കടന്നു പോകുന്നു. ഈ സമയമത്രയും സ്നേഹത്തോടെ സകലത്തോടെ ഞങ്ങളെ സാഹൂരം ശ്രമിച്ച എല്ലാവർക്കും സ്നേഹപുരസരം നന്ദി പറഞ്ഞുകൊണ്ട് വിടവാങ്ങുന്നു. സർവേശ്വരൻ നിങ്ങളെ ആശീർവദിക്കുമാറാകട്ടെ.